ഹായ് ഓൾ, ഷോർട്ട് ടേം സ്റ്റോക്ക് അനാലിസിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മുടെ ലാസ്റ്റ് 2 സ്റ്റോക്കിൻ്റെ റിസൾട്ടും അതോടൊപ്പം തന്നെ ഒരു സ്റ്റോക്ക് അനാലിസിസും ഉണ്ട്. അതായത് ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുത്ത 2 സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തെടുത്ത 2 സ്റ്റോക്കുകളുടെയും റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ട് പ്ലസ് ഇന്നൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിന് ഇനി മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ എൻട്രി കിട്ടുകയാണെങ്കിൽ ആ ഒരു എൻട്രിയും കൂടി അതെടുക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അനാലിസിസും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പ്രിസിഷൻ വയർ ലാസ്റ്റ് വീക്കിൽ എടുത്തതായിരുന്നു. പ്രോബബിൾ റിവേഴ്സൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വീക്കല്ല, ലാസ്റ്റ് വീക്ക്, അതായത് 12-ാം തീയതി. ഓക്കെ, ഈ ഒരു പോയിന്റിൽ 12-ാം തീയതി ആയിരുന്നു. ഇതായിരുന്നു നമ്മൾ റിവേഴ്സൽ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു സോണിൽ നിന്ന് എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു. മേലോട്ട് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ആയിരുന്നു. അത് മേലോട്ട് കയറി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായപ്പോൾ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്, ഇറങ്ങുന്നവർക്ക് ഇറങ്ങാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചത്, സെക്കൻഡ് ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് അത് താഴോട്ട് വന്നിട്ട് പിന്നെയും ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഈ ഹിറ്റായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹിറ്റായിട്ട് റിവേഴ്സ് ആവുന്ന സമയത്ത് ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്, ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് മേലോട്ട് കയറി ഒരു ടച്ച് ചെയ്തു, പിന്നെയും താഴെ വന്നു, പിന്നെയും ടച്ച് ചെയ്തു. ഇതൊരു പാറ്റേൺ ആണ്, ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ എം പാറ്റേൺ എന്നൊക്കെ പറയാം, എം പോലെ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് താഴോട്ട്, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുന്നതാണ്. താഴോട്ട് ഇറങ്ങി. ഓക്കെ, താഴോട്ട് ഇറങ്ങണമായിരുന്നു, താഴോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ സോണിൽ, ഞാൻ എൻട്രി മാർക്ക് ചെയ്തിട്ടുള്ള സോണിൽ, ഒരു സോണിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് മേലോട്ട് പോയിട്ടാണ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയത്, ഗ്യാപ്പ് അപ്പ് വന്നിട്ട്. ഓക്കെ, അതിന് ശേഷം പിന്നെയും ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ട് റിവേഴ്സ് വന്നിട്ട് പിന്നെയും ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി. ഈ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞാൽ ഇവിടെ പിന്നെയും ഡബിൾ ടോപ്പാണ് വരുന്നത്. ഓക്കെ, എം പാറ്റേൺ ആണ് ഇവിടെ വരുന്നത്. ഇതും സൂചിപ്പിക്കുന്നത് ഡൗൺ ട്രെൻഡ് ആണ്. ഇവിടെ വന്നതിനേക്കാൾ വലിയൊരു ഡബിൾ ടോപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്, സൂചിപ്പിക്കുന്നത് ഇവിടെ വന്നതിനേക്കാൾ വലിയൊരു ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇത് ഇവിടുന്ന് റിവേഴ്സലായ സമയത്ത് ഞാൻ എൻ്റെ എൻട്രി സോണിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് തന്നെ ബ്രേക്ക് ഈവന് ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അതായത് എനിക്ക് ലാഭമില്ല നഷ്ടമില്ല ഈ സ്റ്റോക്കിൽ. ക്ലിയർ ആയില്ലേ? ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ വാച്ച് ലിസ്റ്റിൽ എപ്പോഴും, അതായത് ഞാൻ എൻട്രി എടുത്തിട്ടുള്ള സ്റ്റോക്കുകൾ എൻ്റെ വാച്ച് ലിസ്റ്റിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ എൻട്രി എടുത്തത് ഇത് പ്രിസിഷൻ വയറിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇനി ഹോം ഫസ്റ്റ് ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് വീക്ക് എൻട്രി എടുത്തതാണ്. അതായത് 17-ാം തീയതി, ലാസ്റ്റ് വീക്ക് അല്ല, ഈ വീക്ക് 17-ാം തീയതി എൻട്രി എടുത്തതാണ്. ഇതിൻ്റെയും അപ്ഡേറ്റ് പറഞ്ഞിരുന്നു. ഇതിന് നമ്മൾ 2 റിവേഴ്സൽ സോണുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 പ്രോബബിൾ റിവേഴ്സൽ സോൺ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്നും റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 2 സോണുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തു, ടാർഗറ്റ് 2 എണ്ണവും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മേലോട്ട് കയറിയിട്ട് ഒരൊറ്റ ക്യാൻഡിൽ നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്, സൂചിപ്പിക്കുന്നത് ബെയേഴ്സ് സ്ട്രോങ് ആണെന്നാണ്. അതായത് സെല്ലേഴ്സ് സ്ട്രോങ് ആണ്. സ്വാഭാവികമായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ എൻട്രി എടുക്കില്ല. ഓക്കെ, പിന്നീട് ഇവിടെ വന്ന സമയത്ത് ഇവിടെ നിന്ന് എൻ്റെ എൻട്രി സോൺ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഞാൻ എൻട്രി എടുത്തിട്ട് മേലോട്ട് ട്രേഡ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു, ഫസ്റ്റത്തെ റിവേഴ്സൽ സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് അവിടെ തട്ടി താഴോട്ട് വന്ന് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. ഓക്കെ, റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് സോണുകളിനെ. അപ്പോൾ ഇവിടുന്ന് ഈ വന്ന റിവേഴ്സൽ ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ വരുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സോൺ മാർക്ക് ചെയ്തത്. അതിൻ്റെ താഴെ റിവേഴ്സൽ സോൺ ഉണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇതിനെ ഒരു റിവേഴ്സൽ സോൺ ആയിട്ട് പറയാൻ കാരണം, ഇവിടെ നിന്നും റിവേഴ്സ് ആവാം, ഇവിടെ നിന്നൊക്കെ ഇത് കണ്ടോ റിവേഴ്സലായി പോയിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നിന്നൊക്കെ റിവേഴ്സൽ ആവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി നമ്മൾ നോക്കിയത്. സ്റ്റോപ്പ് ലോസ് വെച്ചതോ ഈ ഒരു ലോൻ്റെ താഴെ, ഈ ഒരു പോയിന്റുകളുടെ എല്ലാം താഴെ വരും. ഓക്കെ, അപ്പം നല്ലൊരു റിവേഴ്സൽ സോണിൻ്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച്, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻ്റെ എൻട്രി 1140 1140. ഫസ്റ്റ് ടാർഗറ്റ് 1275. ഇതായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ഇതൊരു സോണാക്കി ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഈ രണ്ട് വരകൾ 1333 46 എന്നുള്ള ഒരു സോൺ, ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ്, ഇന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഞാൻ എക്സിറ്റ് ആവുന്നില്ല. അത് ഞാൻ കീപ്പ് ചെയ്യാനാണ് സെക്കൻഡ് ടാർഗറ്റ് വരെ. ഓക്കെ, നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ട് ചോയ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ട് സെക്കൻഡ് ടാർഗറ്റ് വരെ എടുക്കണമെങ്കിൽ രണ്ട് ചോയ്സ് ആണുള്ളത്. ഒന്നുകിൽ എന്താണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, അതിൻ്റെ താഴത്തേക്ക് വെക്കുക. പക്ഷേ മിക്ക സമയങ്ങളിലും ഇപ്പോൾ ചെറുതായിട്ടും താഴോട്ട് വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നമ്മുടെ എൻട്രിയുടെ മേലേക്ക് കൊണ്ടുവയ്ക്കുക. അതായത് എൻട്രിയുടെ മേലെ റീടെസ്റ്റ് എടുത്ത പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊബബിൾ റിവേഴ്സൽ സോണൊക്കെ ഉണ്ടല്ലോ, ഈ സോണിൻ്റെ അവിടേക്ക് ഈ സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത് താഴോട്ട് വന്നിട്ടാണെങ്കിൽ മേലോട്ട് പോകുന്ന സമയത്ത് സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ രണ്ട് നമ്മൾ ഷോർട്ട് ടേം എൻട്രി എടുത്തിട്ടുള്ള സ്റ്റോക്കുകളുടെ അവസ്ഥ. ഓക്കെ, അപ്പോൾ പ്രിസിഷൻ വയർ ഞാൻ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ആയി. ഈ ഒരു ഹോം ഫസ്റ്റ് ഫിൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് എൻട്രി എടുത്തത് 140 275. ഫസ്റ്റ് ടാർഗറ്റ് 135 റുപ്പീസ്. ഞാനിപ്പോൾ 135 അല്ല 140 റുപ്പീസ് ഞാനിപ്പോൾ പ്രോഫിറ്റിലാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ മോർ ദാൻ 10% ഞാൻ പ്രോഫിറ്റിലാണ്. എത്ര ദിവസം കൊണ്ട്? എൻ്റെ എൻട്രി ട്രിഗർ ആയത് 17-ാം തീയതി. 20-ാം തീയതി ആകുമ്പോൾ ഞാൻ 10% പ്രോഫിറ്റിൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ടേമിന് എടുക്കുക. അതായത് 1 to 2 വീക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആവണം, ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. പ്രിസിഷൻ വയർ ലാസ്റ്റ് വീക്ക് എടുത്തു, ഈ വീക്കിൽ തന്നെ അത് 2 പ്രാവശ്യം ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ട് പിന്നെ അതെൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ അങ്ങോട്ട് വന്നു. അത് ബ്രേക്ക് ഈവൻ ആയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ആയി. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് രണ്ട് ഷോർട്ട് ടേമിൻ്റെ അവസ്ഥ. ഓക്കെ, ഇനി അടുത്തത് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ച സ്റ്റോക്ക് അസാഹി ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ ഗ്ലാസ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ ഇപ്പോൾ അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലും പ്രോബബിൾ രണ്ട് റിവേഴ്സൽ സോൺ ഉണ്ട്. അതായത് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും. അത് തിരിച്ചു വരുന്നത് എങ്ങനെയാണ് നോക്കണം. അതായത് നല്ല എന്താ പറയുക, ബെയറിഷ് സ്ട്രെങ്തോട് കൂടിയിട്ട് തിരിച്ച് താഴത്തോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് റിവേഴ്സൽ ആവാനുള്ള ചാൻസ് കുറവാണ്. അതായത് ഇപ്പോൾ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്, അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നല്ലോണം ബെയറിഷ് ആയിട്ട് താഴോട്ട് പെട്ടെന്ന് വരികയാണെങ്കിൽ ഈ ഒരു സോണിൽ നിന്നുള്ള റിവേഴ്സൽ ചാൻസ് കുറവാണ്. ഇത് റെസ്പെക്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ഇവിടെ നിന്നുള്ള റിവേഴ്സൽ സോൺ ഈ ഒരു സോണിനെ റെസ്പെക്റ്റ് ചെയ്ത് റിവേഴ്സ് ആവാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണിനെ എൻട്രി എടുക്കുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി പറയുകയാണെങ്കിൽ ഈ ഒരു സോണാണ്. ഈ ഒരു സോൺ ഇതെന്തുകൊണ്ടാണ് റിവേഴ്സൽ സോൺ എന്ന് പറയാൻ കാരണം, ഇവിടെ നിന്ന് റിവേഴ്സൽ ആയിട്ടുണ്ട്, ഇവിടെ നിന്നൊക്കെ റിവേഴ്സൽ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് കണ്ടോ, ഇത് അടിപൊളി റിവേഴ്സൽ സോണാണ്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ എടുത്ത് നോക്കിയ സമയത്ത്, അതായത് ഈ സ്റ്റോക്ക് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇതങ്ങനെ പെട്ടെന്ന് റിവേഴ്സലായി പോകുന്ന ഒരു സ്റ്റോക്കല്ല. അതായത് നമ്മൾ ഉദ്ദേശിച്ച പോയിന്റ് റിവേഴ്സലായി പോകുന്ന ഒരു സ്റ്റോക്കല്ല. ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയും. ചിലപ്പോൾ ഈ ഒരു സോണിന് റിവേഴ്സലായിട്ട് പോയേക്കാം.
അങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സോൺ ആയിരിക്കും. അതല്ല, ഇവിടെ നിന്ന് ഞാൻ എൻട്രി എടുക്കുന്നില്ല, ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഞാൻ മോസ്റ്റ് പ്രോബബിൾ റിവേഴ്സൽ സോൺ എന്ന് വിളിക്കാൻ കാരണം? ഇതും ഒരു റിവേഴ്സൽ സോൺ ആണെന്ന്. ഇവിടുന്ന് റിവേഴ്സല്, ഇവിടുന്ന് റിവേഴ്സല്, ഇവിടുന്ന് റിവേഴ്സല്, ഇവിടുന്ന് റിവേഴ്സല്, ഈ ഒരു പോയിന്റിന്ന് റിവേഴ്സല്, ഇവിടുന്ന് റിവേഴ്സല്, ഇവിടുന്ന് റിവേഴ്സല്. ഓക്കെ, ഇതും ഒരു റിവേഴ്സൽ സോണാണ്. അതുകൊണ്ടാണ് ഇതും ഒരു പ്രോബബിൾ റിവേഴ്സൽ സോൺ ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 2 റിവേഴ്സൽ സോണുകൾ കിട്ടിയിട്ടുണ്ട്. ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഇപ്പോൾ സപ്പോസ് 720 ഈ ഒരു റേഞ്ചിൽ 710 720 എന്നൊക്കെ എൻട്രി എടുക്കുകയാണെങ്കിൽ 796 ഫസ്റ്റ് ടാർഗറ്റ്, 850 സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഞാൻ എടുക്കും. ഇവിടെ നിന്നാണെങ്കിലും ടാർഗറ്റ് റിമൈൻസ് സെയിം, സ്റ്റോപ്പ് ലോസ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഈ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ അത് വരുന്ന വരവ് നോക്കണം, എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കണോ അതോ ഇത് ഇങ്ങോട്ട് എത്തുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോർട്ട് ടേമിൽ അടുത്ത സ്റ്റോക്കായിട്ട് നോക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ആവുക. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും ഇൻട്രാഡേയിൽ ഇപ്പോൾ ഓപ്ഷൻസ് ആണെങ്കിലും കമ്മോഡിറ്റീസ് ആണെങ്കിലും എന്തിനെ പറ്റിയിട്ടാണെങ്കിലും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനും പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.